തെരഞ്ഞെടുപ്പുള്ളതുകൊണ്ടാണോ സർ, തെരഞ്ഞെടുപ്പുള്ളതുകൊണ്ടാണോ ഇവരെ വൈകിപ്പിച്ചത്? വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. എനിക്ക് അതിനകത്ത് മനോസങ്കടം തോന്നുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം കർണാടകത്തിലെ ഒഴിപ്പിക്കലും യു പിയിലെ യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ ഭരണവും ഒരുപോലെയാണെന്നുള്ള രീതിയിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ കാര്യമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഒരിക്കലും പറയാൻ പാടില്ലാത്തതായിരുന്നു അത്. കർണാടകത്തിലെ കുടിയൊഴിപ്പിക്കൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു കാലത്തും ഉണ്ടാകാത്ത ഒരു പ്രത്യേകത അവിടെയുണ്ട്. കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ 48 മണിക്കൂറിനകം തീരുമാനമെടുത്തൊരു ഗവൺമെന്റ് കർണാടകത്തിലല്ലാതെ വേറൊരു ഗവൺമെന്റ് ഇല്ല. അനധികൃതമായിട്ടുള്ള കുടിയേറ്റമാണെങ്കിലും കയ്യേറ്റമാണെങ്കിലും അത് പറഞ്ഞുകൊണ്ട് തന്നെ പാവപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള മനസ്സ് കാണിച്ച കർണാടക ഗവൺമെന്റാണ് ആ ഗവൺമെന്റ്. അത് പ്രത്യേക സമുദായത്തിന് വേണ്ടി മാത്രമല്ല, എല്ലാ സമുദായത്തിൽപ്പെട്ടവരും അതിലകത്തുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഇവിടെ ചെയ്തെന്താണ്? അതും സാമുദായികവൽക്കരിച്ച് അത് കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് കുറ്റമാക്കി കുറെ ആളുകളെ അങ്ങോട്ടേക്ക് അയച്ച് മുഖ്യമന്ത്രിക്ക് പ്രസ്താവന നടത്തി. എന്റെ യോഗി ആദിത്യനാഥ് ബുൾഡോസർ രാജ് നടത്തിയപ്പോ CPM നേതാക്കന്മാരൊന്നും യു പി പോയി സന്ദർശിച്ചിട്ടില്ലല്ലോ. അവിടെ സന്ദർശിച്ചായിരുന്നോ? ഇല്ല. അപ്പൊ കർണാടകത്തിലേക്ക് ധൃതി പിടിച്ചു പോയി. ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ്. കർണാടക സർക്കാർ ചെയ്ത് കൃത്യമാണ്. നിയമപരമായ ഒഴുക്കൽ നടപടി എടുക്കും. അപ്പോഴും കാരുണ്യത്തോടെയുള്ള സമീപനം ഉണ്ടാകും. പാവപ്പെട്ടവർക്ക് സംരക്ഷണം കൊടുക്കുന്ന സമീപനം. അതുകൊണ്ട് 11 ലക്ഷം രൂപയുടെ വീടുകളാണ്. അതിൽ 1.5 ലക്ഷം രൂപ അവർ ഒഴുക്കേണ്ട, ബാക്കി മുഴുവൻ സർക്കാർ കൊടുത്തിട്ട് ഇവരെ മുഴുവൻ പുനരധിവസിപ്പിക്കുന്നത്. അവരിപ്പോൾ താമസിക്കുന്നതിനൊക്കെ കൂടി നല്ല സ്ഥലത്തേക്ക് അവർ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് ഇന്ത്യയിൽ തന്നെ ഒരു മാതൃകയാണ്, മോഡലാണ്. പക്ഷേ അനധികൃത കുടിയേറ്റത്തെ നിയമപരമായി നേരിടുമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെ UP മോഡൽ ബുൾഡോസർ രാജാക്കി ചിത്രീകരിച്ച് എത്ര പെട്ടെന്നായിരുന്നു ക്വിക്ക് ആക്ഷൻ! എന്തൊരു ആക്ഷനായിരുന്നു അത്! BJP സൂചിപ്പിക്കാൻ വേണ്ടിയല്ലായിരുന്നു അതും. അപ്പൊ അവർ നടത്തുന്ന കർണാടകത്തിൽ നടത്തുന്ന സമാനമാണോ? ഇത് തെറ്റായ കാര്യമാണോ എന്ന് ഞങ്ങൾ പറയാനായിരുന്നു.